അച്ചാച്ചന് വയ്യാതെ പിന്നെ അച്ചാച്ചന് അധികം പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ആദർശനെ വിളിച്ചിട്ട് പറയും, ഇടയ്ക്ക് നല്ല ആദർശനെ എപ്പോഴും വിളിക്കൂട്ടോ. ആദർശനെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിലോ ആദർശനെ കണ്ടില്ലെങ്കിലോ അച്ചാച്ചന് ഭയങ്കര പരാതിയാണ്. ഈ ആരെയും കൂട്ടിയിട്ട് വായു നമുക്കൊന്ന് വെറുതെ പുറത്ത് പോകാന്ന് പറഞ്ഞപ്പോൾ നേരെ ആദർശേട്ടൻ നോക്കിയില്ല, വണ്ടി എടുത്ത് നമ്മൾ നേരെ വിളിച്ചിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും അച്ചാച്ചൻ നടന്ന് പാടത്തിന്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ചാച്ച ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് വലിയമ്മ വേഗം പിന്നാലെ ഓടി വന്നാട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങ് ഒറ്റയ്ക്ക് വിടാറില്ല. പിന്നെ നമ്മൾ നേരെ നമ്മളെപ്പോഴും പോണ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ട് നമ്മുടെ അയ്യപ്പങ്കാവിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ കട. ഇവിടെ നമ്മൾ ഇന്നാളെ വന്നപ്പോൾ നമുക്ക് നോണൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും നന്നായി ഫുഡ് കഴിക്കാനൊക്കെ വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അച്ചാച്ചൻ എന്താ വേണ്ടത് ചോദിക്കാൻ പോയത്. അപ്പോൾ അച്ചാച്ചന് കാടമുട്ട മതി പറഞ്ഞപ്പോൾ ആദർശയുടെ കാടമുട്ടയൊക്കെ വാങ്ങിച്ചു. ഒരെണ്ണം ആദർശയുടെ കഴിച്ചിട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ഐറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരും തന്നിക്കുന്ന അറിഞ്ഞൂടാ. പിന്നെ ലൈമും വാങ്ങിച്ചു. ആദർശേട്ടൻ ഈ ഒരു സംഭവത്തിന്റെ ഒന്നും പേരോളം എനിക്കറിയില്ല കേട്ടോ. പിന്നെ വീണ്ടും അതിൻ്റെ വേറെ ഷേപ്പിലൊരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ആദർശേട്ടൻ ബൂസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ലൈമൊക്കെ കുടിച്ച് ഏതാണ്ട് തീരാറായി. ആദർശേട്ടൻ അവിടെ കഴിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു മോമോസ്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിർബന്ധിച്ച് ആദർശേട്ടൻ എന്നെ കൊണ്ട് അത് കഴിപ്പിച്ചു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ വിളിച്ചിൻ്റെ വീട്ടിൽ പോയി അച്ചാച്ചനെ ആക്കി പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദർശേട്ടൻ്റെ ജിമ്മിൽ പോവാണ്. പിന്നെ ഞാൻ എൻ്റെ പണിയോളക്ക് ഇടുന്നു കേട്ടോ. വിളക്കൊക്കെ വെച്ചു. പിന്നെ വലിയമ്മ എനിക്ക് ഉണ്ണിപ്പിണ്ടി നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ണിപ്പിണ്ടി എന്നാണ് പറയുക, വാഴയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നുറുക്കി ഉപ്പേരി വെച്ച് അടിപൊളി ടേസ്റ്റാണ്. മുതിരിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെക്കാനുണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.